അടുത്ത വേളയിൽ ആം ആദ്മി പാർട്ടിക്ക് അവരുടെ നാഥനെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏതായാലും തിരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കും. ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ മനീഷ് സിസോദിയ നയിക്കും. അരവിന്ദ് കെജ്രിവാൾ ജയിലിലായതിനാലാണ് സിസോദിയ ചുമതല ഏറ്റെടുത്തത്. ഡൽഹി, ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെയാണ് സിസോദിയ നയിക്കുക. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പ് അടുത്ത വർഷമാണ് നടക്കുന്നത്. ഹരിയാനയിലേത് ഈ വർഷവും നടക്കും. ഹരിയാനയിൽ ഇത്തവണ കടുത്ത മത്സരം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 90 സീറ്റിലും മത്സരിക്കുമെന്ന് AAP നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായ സിസോദിയ 17 മാസത്തോളം ജയിലിലായിരുന്നു. അടുത്തിടെയാണ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. അതേസമയം സിസോദിയ, അരവിന്ദ് കെജ്രിവാൾ എന്നിവർ ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായത് AAPക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. സിസോദിയയ്ക്ക് ജാമ്യം ലഭിച്ചത് AAPക്ക് വലിയ ആശ്വാസം കൂടിയാണ്. ഞായറാഴ്ച സിസോദിയയുടെ വസതിയിൽ AAP നേതാക്കളുമായി കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ഇത് നിർണായക യോഗമായിരുന്നു. അടുത്ത വർഷം നടക്കുന്ന ഡൽഹി തിരഞ്ഞെടുപ്പിലേക്കുള്ള തന്ത്രമൊരുക്കുന്നതിനാണ് ഈ യോഗം ചേർന്നതു തന്നെ. സീനിയർ നേതാക്കളായ അതിഷി, സൗരഭ് ഭരദ്വാജ, ഗോപാൽ റായ്, MP മാരായ സഞ്ജയ് സിംഗ്, സന്ദീപ് പഥക് എന്നിവരും യോഗത്തിലുണ്ടായിരുന്നു. ഡൽഹി ഘടകത്തിന്റെ കൺവീനറാണ് ഗോപാൽ റായ്. നിലവിൽ ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യമെല്ലാം ചർച്ച ചെയ്തുവെന്ന് സന്ദീപ് പഥക് പറയുന്നുണ്ട്. ഇന്ന് AAP MLA മാരുടെ യോഗം ചേരുന്നുണ്ട് സിസോദിയ. പാർട്ടിയുടെ കൗൺസിലർമാരുമായി നാളെ മറ്റൊരു യോഗവും സിസോദിയ ചേരും. അതേസമയം ഓഗസ്റ്റ് 14-ന് സിസോദിയ കാൽനട മാർച്ച് ആരംഭിക്കും. ഇതുവരെയുള്ള അറസ്റ്റിലെ വിശദീകരണമടക്കമുണ്ടായിരിക്കും. രാജ്യത്തെ ജനങ്ങൾക്ക് BJPക്ക് ഒരേയൊരു അജണ്ട മാത്രമാണുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട്. AAPയുടെ വികസന പ്രവർത്തനങ്ങളെ തടയുകയും പാർട്ടിയെ തകർക്കുകയും മാത്രമാണതെന്നും സിസോദിയ തുറന്നടിച്ചു. BJP അത്തരം ശ്രമങ്ങൾ നടത്തിയെങ്കിലും AAP ഇപ്പോഴും കരുത്തോടെ തുടരുകയാണ്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും സിസോദിയ വ്യക്തമാക്കി. അതേസമയം AAPയുടെ സീനിയർ നേതാക്കളായ സത്യേന്ദർ ജെയിൻ, മുഖ്യമന്ത്രി കെജ്രിവാൾ എന്നിവർ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ AAP വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് സന്ദീപ് പഥക് പറയുന്നുണ്ട്. അവിടെയും മികച്ച പ്രകടനം തന്നെ നടത്തും. സിസോദിയയ്ക്ക് പാർട്ടിയിൽ ഏതെങ്കിലും പദവി നൽകുന്നതോ അതല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമാകുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് അറിയിക്കുമെന്നും പഥക് പറയുന്നുണ്ട്. ഹരിയാനയിൽ മികച്ച പ്രകടനം പാർട്ടി നടത്തുമെന്നും പഥക് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം CBI കേസിൽ ജാമ്യം തേടിക്കൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളിയിരുന്നു. CBIക്ക് അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ആവശ്യമായ തെളിവുകളില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി വാദിച്ചുവെങ്കിലും ജാമ്യം അനുവദിക്കാൻ ജസ്റ്റിസ് നിന ബൻസാൽ കൃഷ്ണ അധ്യക്ഷനായ ബെഞ്ച് തയ്യാറായില്ല. കേസിൽ ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ ഡൽഹി മുഖ്യമന്ത്രിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. കെജ്രിവാളിന്റെയും CBIയുടെയും അഭിഭാഷകരുടെ വാദം കേട്ട ശേഷം ജൂലൈ 29-ന് AAP നേതാവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ ഹൈക്കോടതി മാറ്റുകയായിരുന്നു. എക്സൈസ് നയക്കേസിലെ അഴിമതിയുടെ സൂത്രധാരൻ ഡൽഹി മുഖ്യമന്ത്രിയാണെന്നും വിട്ടയച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോപിച്ച് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയെ അന്വേഷണ ഏജൻസി ശക്തമായ ഭാഷയിൽ എതിർത്തിരുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണം അവസാനിപ്പിക്കാനാവില്ല. 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ കുറ്റപത്രം സമർപ്പിച്ചുവെന്നാണ് CBIയുടെ അഭിഭാഷകൻ പറഞ്ഞത്. അതേസമയം തെളിവുകളില്ലെങ്കിലും ഡൽഹി മുഖ്യമന്ത്രി ജയിലിൽ കഴിയുന്നത് ഉറപ്പാക്കാൻ വേണ്ടിയാണ് CBIയുടെ അറസ്റ്റ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ വാദം.